വാർത്തകൾ വിശദമായി. ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരും. കണക്കുകളിൽ വ്യക്തത വരുത്തി പുതിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യും. കരാർ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റി കമ്പനി പ്രതിനിധികളും ഓഡിറ്റ് നടത്തിയ വിജയൻ ആൻഡ് അസോസിയേഷനും ചർച്ചയിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, ഇന്നാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ചേരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആഗോള അയ്യപ്പ സംഗമത്തിലെ ഒരു റിപ്പോർട്ട്, അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ നിറയെ ഈ ആഗോള സംഗമത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളിൽ വലിയ പൊരുത്തക്കേടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. വരവും ചെലവും തമ്മിൽ ഒരു തരത്തിലുമുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിനൊരു നഷ്ടം സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതായത് ദേവസ്വം ബോർഡിൻ്റെ പണം ഈ പരിപാടിക്കായി ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കെ 3,40,00,000 രൂപ ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ള കാര്യവുമൊക്കെ ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ പണം കിട്ടിയില്ല എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും അതിനെ ദേവസ്വം ബോർഡ് പിന്നീട് എതിർത്തിരുന്നു. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അഡ്വാൻസായി നൽകി. പക്ഷേ 17/10/2025 ഈ പണം തിരിച്ചടച്ചു. 3 കോടി രൂപയും തിരിച്ചടച്ചു എന്നുള്ള കാര്യമായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞത്. അതായത് ഈ കണക്കുകളിൽ വേണ്ടത്ര വ്യക്തതയില്ല, ആ കാര്യത്തിൽ ചില വ്യക്തതയില്ലാതെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ അന്നു മുതൽ തന്നെ വലിയ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെതിരെ ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇന്ന് ആ യോഗം, നിർണായക യോഗം ചേരുകയാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകളുമായി ബന്ധപ്പെട്ട ഈ പൊരുത്തക്കേട് വലിയ രീതിയിൽ സർക്കാരിനെ ഒക്കെ വലിയ തിരിച്ചടി നേരിടുന്ന, അല്ലെങ്കിൽ സർക്കാരിന് വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുമൊക്കെ. ആ ഒരു ഘട്ടത്തിൽ, അതായത് ഈ സ്പോൺസർമാരെ കണ്ടെത്തി പണം പിരിച്ചെടുക്കാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ പണം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ഇനിയും ആ പണം ലഭിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ കരാർ കമ്പനി ഈ പന്തൽ കെട്ടാൻ നൽകിയിരുന്ന കരാർ കമ്പനിക്ക് ടെൻഡർ ഇല്ലാതെയാണ് ഈ കരാർ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ പണം അതായത് ഇനി കിട്ടാനുള്ള പണം, അതായത് സ്പോൺസർമാർ പലരും പണം മുഴുവനായി നൽകിയിട്ടില്ല. അപ്പോൾ ആ കിട്ടാനുള്ള പണം എത്രയും വേഗം വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ സ്പോൺസർമാരുമായുള്ള കൂടിക്കാഴ്ച, അത് വിവിധ സ്പോൺസർമാരുണ്ട്, അവരുമായുള്ള ഒരു ചർച്ച ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഇതിന് കരാർ ഏറ്റെടുത്തിരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അവരുമായുള്ള ചർച്ച കൂടി ഇന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടി അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിറ്റ് നിർവഹിച്ചത് പുറത്തു നിന്നുള്ള ഒരു ഓഡിറ്ററാണ്. ഈ ഓഡിറ്ററുമായുള്ള കൂടിക്കാഴ്ച ഉണ്ട്. പരമാവധി, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അന്തരം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക, അതായത് നിലവിൽ ഈ പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരുമായി ചർച്ച നടത്തി ഈ ചെലവും വരവും ഒക്കെ അതിനെ ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതി കൃത്യമായൊരു കണക്ക് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിലൊരു വ്യക്തത വരുത്താനാണ് ഈ യോഗം വിളിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഹൈക്കോടതി ഈ കാര്യത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ നൽകണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കണക്കുകളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, പുതിയ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ളൊരു നീക്കമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഏതായാലും അത് എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഈ കണക്കുകളിലെ അന്തരം ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ശരി, ആഗോള അയ്യപ്പ സംഗമത്തിലെ വിവാദങ്ങൾക്കിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന് ചേരുന്നത്. കണക്കുകളിൽ വ്യക്തത വരുത്തി പുതിയ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന കാര്യമടക്കം യോഗത്തിൽ ചർച്ച ചെയ്യും. കരാർ കമ്പനിയായ ഊരാളുങ്കൽ സൊസൈറ്റി കമ്പനി പ്രതിനിധികളും ഓഡിറ്റ് നടത്തിയ വിജയൻസ് ആൻഡ് അസോസിയേഷനും ചർച്ചയിൽ പങ്കെടുക്കും. ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.
ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നടൻ ജയറാമിനെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി ജയറാം കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരായേക്കും. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിലും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലും വ്യക്തത തേടും. ആന്റണി ജിസ്റ്റർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മറ്റു പ്രതികളെ അടക്കം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ജയറാമിന് കഴിഞ്ഞ ആഴ്ചയാണ് ഇ ഡിയുടെ നോട്ടീസ് ലഭിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം കൊച്ചി ഓഫീസിൽ എന്നുള്ളതാണ് നോട്ടീസിലെ നിർദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനമായും നടനെ ചോദ്യം ചെയ്യുന്നത് എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനാണ്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ വീട്ടിൽ ഈ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങൾ എത്തിച്ച് പൂജ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഈ ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതാണ്. അതാണ് ഇങ്ങനെ പലയിടങ്ങളിൽ കൊണ്ടുപോയൊക്കെ പൂജ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കൂട്ടത്തിൽ ജയറാമിൻ്റെ വീട്ടിലേക്കും ഈ ദ്വാരപാലക ശില്പങ്ങൾ എത്തിക്കുകയായിരുന്നു. അത് കൂടാതെ ഈ വാതിൽപ്പടികൾ, കട്ടിളപ്പടികൾ ഒരിടത്ത് വെച്ച് പൂജ, ആ കമ്പനിയിൽ വെച്ച് പൂജ നടത്തുമ്പോൾ അവിടെയും ജയറാമിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ജയറാം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാം, ശബരിമലയിലെ എത്തുന്ന ഒരു ഭക്തൻ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അവിടെ വന്ന സമയത്ത്, അതുമായി പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഇങ്ങനെ ദ്വാരപാലക ശില്പങ്ങളുമായി തങ്ങളിങ്ങനെ പോവുകയാണ്, അപ്പോൾ അതിങ്ങനെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൂജ നടത്തിയതെന്ന് ജയറാം അന്ന് മൊഴി നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ കട്ടിളപ്പാളികളുടെ പൂജയിൽ പങ്കെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചതുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെ വീരമണി രാജുവും ഉണ്ടായിരുന്നു എന്നും ജയറാം മൊഴി നൽകിയിരുന്നു. ഏതായാലും SITയും ഇ ഡി ജയറാമിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴി തന്നെ നടൻ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ജയറാമിനെ സാക്ഷിയാക്കാനാണ് നിലവിൽ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ SITയുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇ ഡിയും ഒരുപക്ഷെ നടനെ സാക്ഷിയാക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും ജയറാമിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയൊക്കെ അറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ഈ സ്വർണ്ണപ്പാളികൾ പൂജയ്ക്കൊക്കെ നടത്തി പണം പിരിക്കുന്ന സാഹചര്യം ഒക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം വിവരങ്ങൾ തേടുകയാണ് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ നമുക്കറിയാവുന്ന പോലെ കൂടുതൽ എല്ലാവരെയും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീയെ ചോദ്യം ചെയ്തിരുന്നു. അന്ന് 2019 ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ഉത്തരവിൽ ഒപ്പിട്ടത് ഈ ജയശ്രീയാണ്. ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ രാവിലെ തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. അതുപോലെ തന്നെ മുരാരി ബാബുവിനെയും വിജയകുമാറിനെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ഈ കേസിൽ ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല. ഈ അവസാന ഘട്ടത്തിലായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് ജയറാമിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. കൊച്ചിയിലെ ഇ ഡിയുടെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് നടൻ ജയറാമിനെ ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിനായി ജയറാം ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായേക്കും. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിലും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലുമാണ് വ്യക്തത തേടുന്നത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.